ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ കേരള ഡയറ്റ് പ്ലാൻ 7 days. അപ്പം അത് ഡയറ്റൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1500 to 1700 വരെയുള്ള കലോറിയിലുള്ള ഒരു നോർമൽ ഡയറ്റ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന രീതിയിൽ ഉള്ളൊരു ബേസിക്കായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേയിൽ നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ട് ഓട്സ് പുട്ട് കഴിക്കാം, കടലക്കറി കഴിക്കാം, പിന്നെ ചായ പഞ്ചസാര ഇല്ലാതാണ് ഞാൻ ഓപ്ഷൻ പറയുന്നത്. ഏറ്റവും ബെറ്റർ കോഫി തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ചോറെന്ന് പറയുന്ന ഒരു കപ്പ് മീൻകറി, തോരൻ, കുടംപുളി രസം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കത്തുള്ള ഒരു ഡയറ്റിൽ ഏർപ്പെടുത്താവുന്നതാണ്. പിന്നെ നമുക്ക് 4 മണി കഴിക്കുന്ന ആഹാരങ്ങളാണെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴം അത് കഴിക്കാം. അതാകുമ്പം വേറെ പ്രശ്നങ്ങളും ബോയിലും എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വൈകിട്ട് ചപ്പാത്തി, ഒരു 2 ചപ്പാത്തി, ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ സലാഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സലാഡുമായിട്ട് വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം സലാഡായിട്ട്. പിന്നെ അടുത്ത ദിവസം എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ ഗോതമ്പ് ദോശ, 2 ഗോതമ്പ് ദോശ കഴിക്കാം, അല്ലെങ്കിൽ ചെറുപയർ കറിയായിട്ട് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്കെന്ന് പറയുന്നത് ഒരു കപ്പ് ചെറിയ ഒരു ബൗളിനകത്ത് ചോറ്, ചിക്കൻ കറി. ചിക്കൻ കറി ആകുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളത്, നിങ്ങൾക്ക് സ്പൈസി ഇല്ലാതെയും കഴിക്കാം, കുരുമുളകൊക്കെ ഇട്ടാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ കാബേജ് തോരൻ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ 4 മണിക്ക് വറുത്ത കടല പിടി, ഒരു ഗ്രീൻ ടീയും കുടിക്കുക. പിന്നെ ഞാനത് സെക്കൻഡ് ഡേയിൽ കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കഞ്ഞി, പയർ, അച്ചാർ, സലാഡ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യുക. കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുക, പോർഷൻ കൺട്രോളിൽ കുറച്ച് വരിക. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് റാഗിപ്പുട്ട്, മുട്ട പൊരിച്ചത്, തേങ്ങ ചുരുക്കി വേണമെന്ന് വെച്ചാൽ റാഗിപ്പുട്ടെന്ന് പറഞ്ഞാൽ തേങ്ങ അധികം ഇടരുത്, തേങ്ങ ചുരുക്കി വേണം ഇടാൻ. പിന്നെ വരുന്നത് 1 കപ്പ് ചോറ്, മീൻ മുളകിട്ടത്, വെണ്ടയ്ക്കത്തോരൻ. അപ്പം ഓരോ ദിവസം ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓപ്ഷൻ തരുന്നത്. പിന്നെ ഓട്സ്. പിന്നെ നമ്മൾ 4 മണിയാകുമ്പോൾ കഴിക്കാൻ പോകുന്നത് ഒരു ബദാം 8 എണ്ണം, ഒരു 10 എണ്ണം അത് വെള്ളത്തിലിട്ട് ഇത് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പം അത് കഴിച്ചിട്ട് ചപ്പാത്തി ഒരു 2 എണ്ണം വൈകിട്ട്, മുട്ടക്കറി, വെള്ളരി സലാഡ് കേട്ടോ, വെള്ളരി സലാഡാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പം അത് കഴിയും. അപ്പം 4-ാമത്തെ ദിവസം നമ്മൾ ഓപ്ഷൻ പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, തേങ്ങ കുറച്ച് വേണം ചെയ്യാൻ. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, തേങ്ങയൊക്കെ കുറച്ച് വേണം ചെയ്യാൻ. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് റാഗിയുടെയൊക്കെ അവൈലബിൾ ആണ്. അത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിപ്പം ഒഴിവാക്കാൻ പറ്റാത്ത ദോശ അങ്ങനെ കഴിക്കാത്തവർക്ക് അതും 1-2 എണ്ണം ക്വാണ്ടിറ്റി കുറയ്ക്കുക. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ചോറ് 1 കപ്പ്, കുറച്ച് ബീഫ് പുലർത്തിയത്, കുറവ് എണ്ണയിലൊന്നും അധികം യൂസ് ചെയ്യാത്തത്. പിന്നെ പാവയ്ക്ക തോരനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ബീഫിനൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് വരിക. പിന്നെ 4 മണി പലഹാരമായിട്ടെന്ന് പറയുന്നു ഒരു പഴം, നിലക്കടലയെന്ന് പറയുന്ന കടലയൊക്കെ ഉണ്ടാക്കാം. നിലക്കടല ഉണ്ടല്ലോ നമുക്കറിയാം, കടല, അത് കഴിക്കാം. പിന്നെ വെജിറ്റബിൾ രാത്രിയിൽ കൊടുക്കുന്നത് വെജിറ്റബിളും മാത്രമാണ് അന്നത്തെ ഓപ്ഷൻ, പ്ലസ് തൈര് അന്നത്തെ ദിവസം കഴിക്കേണ്ടതാണ്. അപ്പം ഇനി 5-ാമത്തെ ദിവസം 2 അപ്പം കഴിക്കാം, പിന്നെ മീൻകറി എണ്ണ കുറച്ചിട്ട്. ഓക്കെ. പിന്നെ അതിനകത്ത് വരുന്നത് ഒരു എണ്ണ എടുക്കുന്നതിൻ്റെ കൂട്ട് തന്നെ റൈസ് എന്ന് പറയുന്നത് ഞാൻ ഓപ്ഷൻ പറയുന്നത് ബ്രൗൺ റൈസാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മീൻകറി, പിന്നെ അന്നത്തെ ഒരു ഓപ്ഷൻ ചീരത്തോരൻ കഴിക്കാമെന്ന്, ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് ഇത് ചെയ്യുക. പിന്നെ അന്ന് നമ്മൾ മധുരക്കിഴങ്ങൊക്കെ ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ 4 മണി പലഹാരത്തിലാണ് പറയുന്നത് മധുരക്കിഴങ്ങ് കഴിക്കുക.
പിന്നെ അന്നത്തെ ഓപ്ഷൻ കഞ്ഞി, ചെറുമീൻ തോരൻ പ്ലസ് ഏതെങ്കിലും തോരൻ. കഞ്ഞിയാണ് അന്ന് നൈറ്റിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചെറുമീൻ ഏതെങ്കിലും, ചൂടമീനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട്, അതും പിന്നെ ഏതെങ്കിലും ഒരു തോരൻ അതും കഴിക്കാം വൈകിട്ടും. പിന്നെ 6-ാമത്തെ ദിവസം ഗോതമ്പ് ദോശയാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സും വെച്ചിട്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം. പിന്നെ പ്ലസ് മുട്ട ഏറ്റവും ബെറ്റർ ബോയിൽ ചെയ്ത് കഴിക്കാം. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ളതെന്ന് പറയുന്നത് ചോറൊരു കപ്പ്, ചിക്കൻ കറി, പിന്നെ ബ്രക്കോളിത്തരം ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹെൽത്ത് പരമായിട്ടൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ബ്രക്കോളി എന്ന് പറയുന്നത്. പിന്നെ അന്ന് നമ്മൾ 4 മണിക്ക് എന്ന് പറയുന്നത് കട്ടിത്തൈര്, നേന്ത്രപ്പഴം ചേർത്ത്, അതാണ് നമ്മൾ 4 മണിയായിട്ട് കഴിക്കുന്നത്. പിന്നെ ഈവനിങ്ങിൽ ചപ്പാത്തി, 2 പനീർ തോരൻ പ്ലസ് സലാഡ്. ഇതാണ് നമ്മളുടെ ഒരു 7 ഡേയ്സിലുള്ള ഒരു പ്ലാൻ. ഇത് നിങ്ങൾ കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, പിന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക. പിന്നെ സലാഡിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യാം. ഒത്തിരി ഫ്രൂട്ട്സൊന്നും ആഡ് ചെയ്യരുത്. 1 ഡേ 1 ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, അല്ല ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒരു ദിവസം ആഡ് ചെയ്യുക. അങ്ങനെ മാറ്റി കൊടുക്കുക. 7 ദിവസം 7 രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള സലാഡ്സ് കഴിക്കുക, വെജിറ്റബിൾ കഴിക്കാൻ നോക്കുക. നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ പോകും.